ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB NDPCയുടെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കേട്ടാൽ നിങ്ങൾ കേട്ടു. ആക്ച്വലി ഇത്രയും പേര് അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് അറിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും. ഓക്കെ, ഞാൻ ഇങ്ങനെ പഠിച്ചാൽ മതിയോ, ഞാൻ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താൽ മതിയോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. ആൻഡ് കട്ട് ഓഫിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ തീർക്കാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു വർഷത്തിന്റെ NDPCയുടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് പ്ലസ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ വേക്കൻസീസ് വരുമ്പോൾ അത് എത്രയാണെന്ന് ചോദിച്ചാൽ 8868 ആണെന്ന് നമുക്കറിയാം. ഇതിനകത്ത് നമ്മുടെ ഗ്രാജുവേറ്റിന്റെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 54.08 lakhs ആണ് വരുന്നത്. അതായത് ഇതിന് ഞാനൊന്ന് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 54,08,251 എന്ന് പറയുന്ന ഇത്രയും പേരിൽ ഒരാളാണ് നിങ്ങളെന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ, ഇത്രയും പേരുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒന്നെന്ന് പറയുന്നത് നിങ്ങളാ. അപ്പൊ അതില് എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, എത്രത്തോളം നിങ്ങൾ പോർഷൻസ് കവർ ചെയ്യണം, എത്രത്തോളം മോക്ക് ടെസ്റ്റ് ചെയ്യണം. ആൻഡ് ഇത്രയും പേരെന്ന് പറയുന്നത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആക്ച്വലി പണ്ടത്തെ പോലെ അല്ല. അന്നത്തെ പോലെ വേക്കൻസീസ് കുറച്ച് കൂടുതലായിരുന്നു, ഇന്ന് വേക്കൻസി കുറഞ്ഞു. അപ്പൊ വേക്കൻസി ഇത്രയും നമ്പർ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ ഗ്രാജുവേറ്റിന്റെ പോസ്റ്റുകൾ തന്നെ ഇത്രയും പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ഗ്രാജുവേറ്റിന്. ഈ ഇത്രയും പോസ്റ്റുകൾക്ക് വേണ്ടിയാണ് ഇത്രയും പേര് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ആൻഡ് നമുക്കറിയാം എല്ലാവരും ഈ ഒരു പോസ്റ്റ് വേണം എന്ന് പറഞ്ഞ് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ്. ഈ ഒന്നെന്ന് പറയുന്ന ഈ നമ്പറിലെ നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യണം നിങ്ങൾ തീരുമാനിക്കും. ഇനി അണ്ടർ ഗ്രാജുവേറ്റ് നോക്കുമ്പോൾ over 63 lakhs ആണ് നമ്മുടെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ 2 എക്സാംസ് NDPCയുടെ എക്സാംസ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഈ എക്സാമിൽ വന്ന കുറെ ചേഞ്ചസ് ആവട്ടെ, അതിന്റെ വേക്കൻസീസിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസിലേക്ക് ഒരുപാട് ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം കോവിഡ് സമയത്ത് ആ ഒരു ഗ്യാപ്പ് ഒക്കെ വന്നിരുന്നു. പിന്നെ എക്സാം നടന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതിന്റെ ആ ഒരു ഡിഫറൻസ് എന്നും ആൻഡ് ഇപ്പോ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്താണ്, കട്ട് ഓഫിലും മാറ്റം വരുന്നുണ്ട്. ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡോട് കൂടി ആ പോസ്റ്റ് വേണം എന്ന് പറഞ്ഞ് പഠിക്കുന്നവരാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്താണ്, എല്ലാവരും അത്ര ആഞ്ഞിരുന്ന് പഠിക്കുകയും ചെയ്യും, അത്രയും നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യും. അതനുസരിച്ച് കട്ട് ഓഫ് കൂടുകയും ചെയ്യും. അപ്പൊ അതനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്, പഠിക്കാനായിട്ട്. അപ്പോ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 2019 നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 35,208 ആയിരുന്നു. അന്നത്തെ നമ്പർ ഓഫ് ആപ്ലിക്കൻസിന്റെ നമ്പറാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം എക്സാം വരുന്നത് 2024 2024 വന്നപ്പോ നമ്മുടെ ഗ്രാജുവേറ്റ് പ്ലസ് അണ്ടർ ഗ്രാജുവേറ്റിന് ഗ്രാജുവേറ്റിനാണെങ്കിൽ 8,113 അണ്ടർ ഗ്രാജുവേറ്റിന് 3,445 എന്താണ് വേക്കൻസീസ് ആയിരുന്നു. അതിന്റെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 11,558 വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഈ ഇത്രയും വേക്കൻസിയിൽ മത്സരിക്കാനും ആരാണ്, ഇത്രയും നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ, നമുക്ക് എത്ര വേക്കൻസി മാത്രമേ ഉള്ളൂ, 8,868. എങ്ങനെ, ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും ഈ രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് 10 പോലും ഇല്ല. ഈ 10 പോലും ഇല്ലാത്ത ഇത്രയും വേക്കൻസീസ് ഉള്ള പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് 1.2+ crore ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അതിലൊരാൾ നിങ്ങളാണ്. അപ്പോൾ ഇത്രത്തോളം പഠിക്കാം. ഇനി ഇതിനകത്ത് വരുന്ന വ്യത്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷത്തെ കട്ട് ഓഫ് എടുത്ത് നമുക്ക് നോക്കാം. 2019 തന്നെ CBT1 CBT2 എക്സാംസിന്റെ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ അൺറിസർവ്ഡിനകത്ത് നമ്മുടെ CBT1 65 to 80 എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത്. അതേസമയത്ത് CBT2 ആണെങ്കിലോ മാർക്ക് നമുക്കറിയാം 120 ആയിരുന്നു മാർക്ക്. 75 to 90 എന്ന് പറയുന്നതായിരുന്നു അന്ന് 2019 CBT1 CBT2 എക്സാമിന്റെ കട്ട് ഓഫിന്റെ റേഞ്ച് എന്ന് പറഞ്ഞിരുന്നത്. അതും അൺറിസർവ്ഡിലായിരുന്നു ഈ ഒരു റേഞ്ച്. ആൻഡ് ലേറ്റർ നമ്മുടെ 2024 വന്ന സമയത്ത് CBT1 CBT2 നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ OBC SC ST എടുത്തിട്ടുണ്ട്. അപ്പൊ ഗ്രാജുവേറ്റ് എക്സാമിനകത്ത് CBT1ന്റെ URലെ കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് 65-72 നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിലെ URന്റേത് 68 75 വരും. അതേപോലെ തന്നെ നമ്മുടെ ഗ്രാജുവേറ്റ് തന്നെ എടുത്തു നോക്കാം. OBCക്ക് ആണെങ്കിൽ 60 to 68, SCക്ക് ആണെങ്കിൽ 50 to 58, STക്ക് 45 to 52. ഇങ്ങനെയായിരുന്നു നമ്മുടെ കട്ട് ഓഫ് റേഞ്ച് ഗ്രാജുവേറ്റില്. പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ഞാൻ UR പറഞ്ഞു, അതായത് 68 to 75 എന്ന് പറയുന്നത് അൺറിസർവ്ഡ്. ഇനി OBCക്ക് ആയിരുന്നെങ്കിൽ 62 to 70 എന്നതും
പിന്നെന്താ SC-ക്ക് 52 to 60യും പിന്നെ ST-ക്ക് എന്താണ് 45 to 55. അണ്ടർ ഗ്രാജുവേറ്റിന് ഇതായിരുന്നു കട്ട് ഓഫ്. ആൻഡ് നമ്മുടെ ഇവിടെ CBT 2 എടുക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റിന് UR 70 to 78 എന്ന് പറയുന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ എക്സാമിന്റെ ഗ്രാജുവേറ്റിന്റെ UR അൺറിസർവ്ഡിന്റെ കട്ട് ഓഫ്. OBCക്ക് ആണെങ്കിൽ 65 to 73, SC-ക്ക് ആണെങ്കിൽ 55 to 63, ST-ക്ക് ആണെങ്കിൽ എന്താ 48 to 55. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കേടാ രണ്ടിന്റെയും ഇത്. ആൻഡ് ഇവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ വ്യത്യാസം, ഇവിടെ അൺറിസർവ്ഡ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 72 to 80. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ OBCക്ക് 66 to 74ഉം SC-ക്ക് 56 to 64ഉം പിന്നെ നമ്മുടെ ST-ക്ക് ആണെങ്കിലോ 50 to 58 എന്ന് പറയുന്നതാണ് നമ്മുടെ ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കട്ട് ഓഫ് ആയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പൊ ഈ വർഷം ഈ തവണത്തെ എക്സാമിന് എങ്ങനെയായിരിക്കും ആ ഒരു കട്ട് ഓഫ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഇവിടത്തെ 2025ന്റെ എക്സ്പെക്ടഡ് കട്ട് ഓഫ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാറ്റഗറി വൈസ് CBT 1ന്റെ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ജനറലില് ഒരു 70 to 78, ഞാൻ പറയാം 75 എന്ന് പറയുന്ന ആ ഒരു കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാന്ന് ഞാൻ പറയുള്ളൂ. ആൻഡ് OBCക്ക് ആണെങ്കിൽ 65 to 75, SC-ക്ക് ആണെങ്കിൽ 55 to 68, ST-ക്ക് ആണെങ്കിൽ 50 to 60, EWS-ന് 65 to 72. അപ്പം ഇത്രയും പേരില് നമുക്കറിയാം ഈ ഒരു 75 എന്ന് പറയുന്നത് കുഞ്ഞു നമ്പർ അല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അവിടം വരെ എത്താനായിട്ട് ഒരുപാട് പാടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുണ്ട് എന്ന് ഇത്രയും നാളും എഴുതി വന്നവർക്ക് നന്നായിട്ട് അറിയാം അല്ലെ. അപ്പോ അത്രത്തോളം നമ്മുടെ കൂടെ പുതിയതായിട്ട് എഴുതുന്നവരുണ്ട്, ഇത്രയും നാളും എഴുതിക്കൊണ്ടിരുന്നവരുണ്ട്, അപ്പൊ നന്നായിട്ട് പഠിക്കുന്നവരുണ്ട്, ആവറേജ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള എന്താ പറയാ സ്റ്റുഡിയസ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ കൂടെയാണ് നമ്മൾ മത്സരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ എഴുതിയ ആ നമ്പറിന്റെ ആ ഒന്നാണ് നിങ്ങൾ എന്ന് പറയുന്നത്, ആ ഒന്നാണ് നിങ്ങൾ. അപ്പൊ അതിനകത്ത് ഈ ഒരു 75 എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ നമ്പർ ഒന്നും അല്ല, അത് അത്രയും വലിയ നമ്പറാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അല്ലെ. ഇനി CBT 2 നോക്കുന്ന സമയത്താണെങ്കിലോ നമ്മുടെ സോൺ വൈസ് എടുക്കുകയാണെങ്കിൽ ഞാൻ അജ്മീറും അഹമ്മദാബാദും പ്രയാഗ്രാജും മുംബൈയും പട്നയും തിരുവനന്തപുരം അങ്ങനെയാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് വരുന്ന എന്തായാലും എല്ലാത്തിലും 70+ കട്ട് ഓഫ് നോക്കിയാൽ മതി, 70 to 75+ കട്ട് ഓഫ് നോക്കിയാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. അപ്പൊ അജ്മീർ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 73, ആൻഡ് അഹമ്മദാബാദ് ആണെങ്കിൽ 74ഉം പ്രയാഗ്രാജ് ആണെങ്കിൽ 75, മുംബൈ 76 വരുന്നുണ്ട്, പട്ന 77, തിരുവനന്തപുരം 77 വരുന്നുണ്ട്. ഇതിനകത്ത് മാക്സിമം 70+, 75+ നമ്മൾ എന്തായാലും കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കുക. ഇതാണ് നമ്മുടെ കട്ട് ഓഫിനകത്ത് വരുന്ന ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേക്കൻസീസ് ആണെങ്കിലോ വേക്കൻസിയിലും മാറ്റം വന്നിട്ടുണ്ട്. 2029 നമ്മുടെ ഗ്രാജുവേറ്റിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും വേക്കൻസി ഉണ്ടായിരുന്നു. ആൻഡ് 24 ആയപ്പോൾ നന്നായിട്ട് കുറഞ്ഞു, 8000+ ആയിരുന്നു നമ്മുടെ വേക്കൻസി. ഇപ്പോ എത്രയാണ് വേക്കൻസി എന്ന് പറയുന്നത്, അതിലും എന്താ താഴ്ന്നിരിക്കുകയാണ്, 5810 എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്രാജുവേറ്റിന്റെ വേക്കൻസി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ വേക്കൻസി കുറയും തോറും നമ്മുടെ കോമ്പറ്റേറ്റീവ് ലെവൽ കൂടാണ്. ഇനി അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിലോ കഴിഞ്ഞ വർഷം ഏകദേശം കുറച്ച് ഡിഫറൻസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. 3445 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ആ ഒരു വേക്കൻസിയുടെ നമ്പർ എന്ന് പറയുന്നത്. ഈ വർഷം 3058 ആണ് നമ്മുടെ വേക്കൻസിയുടെ നമ്പർ എന്ന് പറയുന്നത് അല്ലെ. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ വേക്കൻസി കുറയും തോറും കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ടും കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് മാക്സിമം നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രയോറിറ്റി ടോപ്പിക്സ് നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ജനറൽ അവയർനെസ് വരുന്നുണ്ട്. ഇത് എന്താണ്, നമ്മൾ CBT 2-ലാണെങ്കിൽ 50% മാർക്കാണ് ജനറൽ അവയർനെസ്സിന് വരുന്നത്. പിന്നെ മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്താ ഓരോരുത്തരും ഓരോ പോയിന്റിനും നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഓരോ വെയിറ്റേജ് മനസ്സിലാക്കുക. ഏതൊക്കെ ടോപ്പിക്സിനാണ് വെയിറ്റേജ് കൂടുതൽ, ആ വെയിറ്റേജ് കൂടുതലുള്ള ആൾക്കാരെ നമ്മൾ എടുത്തു വെച്ച് എന്ത് ചെയ്യുക, അത്രത്തോളം ഫോക്കസ് കൊടുത്ത് പഠിക്കുക, മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓരോ മാർക്കിന്റെ വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ പഠിക്കുക. മാക്സിമം PYQs നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ പല റേഞ്ചിലുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ എന്താണ് കോമ്പീറ്റ് ചെയ്യുന്നതും, ആൻഡ് അങ്ങനെ പല റേഞ്ചിലുള്ളവരുമാണ്
പല രീതിയിൽ പഠിക്കുന്നല്ലേ. അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ നല്ല സ്റ്റഡി പ്ലാനോട് കൂടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ തേജസ് ബാച്ച് നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ഈ ഒരു ബാച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആവട്ടെ, ലൈവ് PYQ ഡിസ്കഷൻ ആവട്ടെ, മെന്റർഷിപ്പ്, നിങ്ങൾ പഠിക്കുന്നോ, നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ, എവിടെയെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടോ, അങ്ങനെയൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ മെന്റേഴ്സ് ഉണ്ട്. മെന്റർഷിപ്പ് സെഷൻസ് എല്ലാം വരുന്നുണ്ട്, മോട്ടിവേഷൻ സെഷൻസ് വരുന്നുണ്ട് അമൽ സാറിന്റെ. ആൻഡ് അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ടോപ്പിക് എല്ലാം നമ്മൾ കവർ ചെയ്ത് പോകുന്ന ഒരു ബാച്ചാണ് തേജസ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ പല ഗ്രൂപ്പ് ഡി ആവട്ടെ, അതുപോലെ തന്നെ SSC എക്സാംസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്തുകൊണ്ട് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ഓർ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ഇവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ആൻഡ് മാത്രമല്ല, ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. സോ സ്റ്റേ ട്യൂൺഡ്.